ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചക്ക വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി ചെയ്താലോ? കഴിഞ്ഞ വർഷത്തെ ചക്ക വരട്ടിയത് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ശർക്കരയും ഇച്ചിരി നെയ്യും ചേർത്തിട്ട് വരട്ടി വെച്ചതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ, അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഇന്ന് അത് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതുപോലെ ഒരു 3 സ്പൂണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. എന്നിട്ട് ഈ ചക്ക വരട്ടിയത് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇതിന് ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ, ചക്കയുടെ മധുരം പിന്നെ ശർക്കരയുടെ ചെറിയൊരു മധുരമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് മധുരം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു കപ്പോളം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. നന്നായി ഇളക്കി ആ ശർക്കര വരട്ടിയൊക്കെ നന്നായിട്ട് അതിലേക്ക് ചേരണം. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം മധുരമൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന തേങ്ങയാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് കറുത്ത എള്ളാണ്. അത് നല്ല ടേസ്റ്റാണ് കറുത്ത എള്ളൊക്കെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഒരു സ്പൂൺ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പം മധുരത്തിനനുസരിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ശർക്കര ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ അതിലൊരു ഏകദേശം ഒരു കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതുപോലെ ഇളക്കി 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 കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ കട്ടയാക്കിയിട്ട് എടുക്കണം. ഇപ്പൊ ശർക്കര വരട്ടിയിൽ നെയ്യ് ചേർത്തത് കാരണം ഞാൻ പിന്നെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. നല്ല ശർക്കരയുടെയും ആ ചക്ക വരട്ടീൻ്റെയൊക്കെ നല്ല മണമാണ് കേട്ടോ. ജീരകത്തിൻ്റെയും എല്ലാം നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായി ഇളക്കി ഇങ്ങനെ പാനിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇതിൽ ഈർപ്പം മുഴുവൻ ഏകദേശം പോകണം. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വരണം. ഇനി കുറച്ച് സമയം അടച്ചു വെക്കാം. അതിനുശേഷം ഇതുപോലെ ഇല വാട്ടിയെടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് മടക്കിയെടുക്കാം. അപ്പൊ ഇവിടെ ഞാനൊരു മിഠായി പൊതിയുടെ രൂപത്തിലാണ് മടക്കിയെടുക്കുന്നത്. ഇതാ ഇതുപോലെ രണ്ട് സൈഡും വാഴയുടെ നാര് വെച്ചിട്ട് തന്നെ കെട്ടിയിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതാ ഇപ്പൊ ഇതുപോലെ മിഠായി കവർ കെട്ടുന്ന പോലെയാണ് കെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ ഇനി എല്ലാതും ഇതുപോലെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് ഏത് വിധത്തിൽ വേണമെങ്കിലും കവർ ചെയ്തെടുക്കാം. വാഴയിലയിൽ ചെയ്യുമ്പോൾ പിന്നെ എല്ലാത്തിനും നല്ല മണമായിരിക്കുമല്ലോ. അപ്പൊ ഏത് രൂപത്തിൽ കെട്ടിയാലും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ. ഇതുപോലെ രണ്ട് സൈഡും വാഴനാര് വെച്ചിട്ട് തന്നെ നന്നായി കെട്ടി കവർ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ഇതപ്പം എല്ലാതും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പം അതെല്ലാതും ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റോളം ഞാൻ ആവി കയറ്റുന്നുണ്ട്. അപ്പോഴാണ് നന്നായിട്ട് ആ മാവ് നന്നായിട്ട് ഉറച്ചു വരുള്ളൂ. ഓൾറെഡി വെന്ത മാവാണെങ്കിൽ കൂടി വാഴയില ആവി കയറി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. തുറക്കുമ്പോൾ നല്ല മണമാണ്. ഇതുപോലെ എല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തുറക്കുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി.